ങ്ങളെല്ലാം ഖബറിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഒന്നിന് പുറകെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ മഗ്രിബ് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അടുത്ത നോമ്പിന്റെ നിയ്യത്ത് വക്കൽ സുന്നത്താണ്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷമായാലും കുഴപ്പമില്ല. നോമ്പ് തുറന്ന ഉടനെ തന്നെ എന്ത് ചെയ്യുക? അടുത്ത പണിയാണ് നാളത്തെ നോമ്പിന്റെ നിയ്യത്ത്. അത് സുന്നത്താണ്. തറാവീക്ക് പിന്നെ തംബീഹാണ്, ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ അതൊക്കെ കഴിഞ്ഞാൽ നിയ്യത്തൊരു മനുഷ്യൻ വച്ചു കഴിഞ്ഞാൽ ആ നോമ്പിന്റെ നിയ്യത്ത് ഒന്നുകൊണ്ടും ബാത്തിലാകുന്നില്ല. എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും ഭാര്യയുമായി ബന്ധപ്പെട്ടാലും അതുകൊണ്ടൊന്നും ആ നിയ്യത്ത് ബാത്തിലാവില്ല. ആ നിയ്യത്ത് നിലനിൽക്കും. എന്നാലും നിയ്യത്തിന് ശേഷം ഒന്നും കഴിക്കാതിരിക്കുക അതൊന്നുകൂടെ നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അത്തായ സമയത്ത് എഴുന്നേറ്റാൽ അത്തായം കഴിക്കൽ സുന്നത്താണ്. അത്തായം കഴിക്കുക. എന്നിട്ട് വായൊക്കെ നല്ലതുപോലെ ബ്രഷ് ചെയ്ത് വായ് കുപ്പിളിച്ച് ക്ലിയറാക്കിയതിന് ശേഷം ഒന്നുകൂടെ നിയ്യത്ത് വെക്കുക, നാളത്തെ നോമ്പിന്റെ നിയ്യത്ത്. പിന്നെ ഒന്നും കഴിക്കണ്ട കുടിക്കണ്ട. അതാണ് ഒന്നുകൂടെ അഭികാമ്യമാവുക. നോമ്പ് തുറന്ന ഉടനെ പിറ്റേ ദിവസത്തെ നോമ്പ് നിയ്യത്ത് വക്കൽ സുന്നത്താണ്. ആ തറാവിയുടെ ടൈമിൽ ഇമാമ് പറഞ്ഞു തരുമ്പോൾ വേണമെങ്കിൽ വെക്കാം, അതൊരു തംബീഹാണ്, ഉണർത്തലാണ്. സുബിയുടെ ടൈമിൽ അത്തായം കഴിച്ചു കഴിഞ്ഞാൽ സുബിയാകുന്നതിന് മുമ്പ് അവസാനം എല്ലാം കഴിച്ച് കുടിച്ച് ഗുളിയൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി വെള്ളം ഒന്നും കുടിക്കാത്ത ഒരവസ്ഥ വരുമ്പോ ഒന്നുകൂടെ നാളത്തെ നിയ്യത്ത് വെക്കുക. പിന്നൊന്നും കഴിക്കണ്ട. കാരണം ഈ നിയ്യത്ത് മുറിയുന്നത് പിന്നെ എപ്പോഴാ? ഞാൻ ആ നിയ്യത്ത് അവൻ മനസ്സുകൊണ്ട് ഞാൻ നാളെ നോമ്പ് പിടിക്കുന്നില്ല എന്ന് കരുതുമ്പോൾ ആ നിയ്യത്ത് ബാത്തിലാവും. ഉദാഹരണം പറഞ്ഞാൽ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ വല്ലാത്ത തലവേദന അല്ലെങ്കിൽ ശക്തിയായ പനി, ഭാര്യയോട് പറഞ്ഞു അല്ലെങ്കിൽ ഉമ്മയോട് പറഞ്ഞു, പെങ്ങളോട് പറഞ്ഞു, എന്നെ അത്തായത്തിനൊന്നും വിളിക്കണ്ട കേട്ടോ, ഞാൻ നാളെ നോമ്പ് പിടിക്കുന്ന, എനിക്ക് തീരെ വയ്യ, നോമ്പ് പിടിക്കുന്നില്ല. ഇവനാണെങ്കിലോ മഗ്രിബ് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ അത്തായം കഴിച്ച ഉടനെ തന്നെ നിയ്യത്ത് വച്ച ആളാണ്. തറാവീഹിനും ഇയാൾ നിയ്യത്ത് വച്ച ആളാണ്. ഇങ്ങനത്തെ ആള് പനിയോ വല്ല അസുഖങ്ങളോ വല്ല അസ്വസ്ഥത കാരണമായി വീട്ടിലെത്തിയപ്പോൾ പറയുന്നു, ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്, അത്തായത്തിന് വിളിക്കേണ്ട, എനിക്ക് തീരെ വയ്യ, നാളെ ഞാൻ നോമ്പ് പിടിക്കുന്നില്ല എന്നവൻ കരുതിപ്പോയാൽ, പറഞ്ഞു പോയാൽ, അവനെങ്ങാനും രാത്രി 3 മണി 4 മണി സമയത്ത് വീട്ടുകാർ എഴുന്നേൽക്കുമ്പോൾ അയാളും എഴുന്നേറ്റു. എന്നിട്ട് പറയും, നിന്റെ പനി സുഖപ്പെട്ടു, തലവേദന മാറി, അതുകൊണ്ട് ഉമ്മ എനിക്ക് നാളെ നോമ്പാണെന്ന് പറഞ്ഞാൽ അത് നോമ്പാവുകയില്ല. നോമ്പാകണമെങ്കിൽ ആ നിയ്യത്ത് പുതുക്കണം. ആ നിയ്യത്ത് പുതുക്കണം. ഒന്നുകൂടെ നിയ്യത്ത് വെക്കണം. പുതുക്കണം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അയാൾ നിയ്യത്ത് വെക്കണം. കാരണം ഞാൻ നാളെ നോമ്പ് പിടിക്കുന്നില്ല എന്ന് അയാൾ പറഞ്ഞു തീരുമാനിച്ചത് കൊണ്ട് അപ്പോൾ മാത്രം നിയ്യത്ത് ബാത്തിലായി പോയി. അതുകൊണ്ട് തന്നെ ആ നിയ്യത്ത് ആവർത്തിക്കണം. സുബഹിക്ക് ശേഷം റമളാന്റെ പകലുകൾ നിയ്യത്ത് ആവർത്തിച്ചത് കൊണ്ടോ നിയ്യത്ത് പറഞ്ഞത് കൊണ്ടോ എനിക്ക് നോമ്പില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും നോമ്പ് ബാത്തിലാവില്ല. നേരെ മറിച്ചുകൊണ്ട് നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരത്തിൽ പ്രവേശിച്ച ഒരു മനുഷ്യൻ വീണ്ടും നിയ്യത്ത് കരുതിക്കൊണ്ട് തക്ബീർ, നിസ്കാരത്തിൽ പ്രവേശിക്കുന്നവനായി തക്ബീർ ചൊല്ലിയാൽ ആ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ നിയ്യത്ത് മൊഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിന്റെ കാര്യം വേറെയാണ്, അതുപോലെയല്ല മറ്റുള്ള ഇബാദത്തുകൾ. അപ്പൊ മഗ്രിബ് കഴിഞ്ഞാൽ നാളത്തെ നിയ്യത്ത്, മഗ്രിബ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ഉടനെ നാളത്തെ നോമ്പിന് നിയ്യത്ത് ഫൈദാ ഫറഗ്ത വൻസബ്. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി മരിക്കുന്നത് വരെ എല്ലാ ഓരോ ശ്വാസങ്ങളിലും എല്ലാ സെക്കൻഡും അനുകൂലമായി ശ്രമം നടത്തുക. അതിന് പറ്റിയ മാസമാണ് റമളാൻ.